ആപ്പിൾ ട്രോണിക്സിൻ്റെ മറ്റൊരു സർവീസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ മാക്ബുക്ക് എയർ A1466 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് SMC ഫെയിലിയർ. SMC മീൻസ് സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ ഫെയിലിയർ ആകുന്നത്. സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ മാക്ബുക്ക് എയർ റിപ്പയറബിൾ ആണോ, അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, ഈ സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇപ്പോൾ ഈ കാണുന്നതാണ് സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ ചിപ്പ്. ഈ മദർ ബോർഡിൽ ഇതാണ് A1466 എന്ന് പറയുന്ന മോഡലിൻ്റെ ലോജിക് ബോർഡ്. ഇതാണ് ഈ ലോജിക് ബോർഡിൽ ഈ കാണുന്നതാണ് സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ എന്ന് പറയുന്ന IC. സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ IC ഫെയിലായാൽ മാക്സേഫ് ലൈറ്റ് മീൻസ് അഡാപ്റ്റർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വർക്ക് ചെയ്യില്ല. ഗ്രീൻ ലൈറ്റ് കാണില്ല, ഓറഞ്ച് ലൈറ്റും കാണില്ല. എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എപ്പോഴും അഡാപ്റ്റർ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വരാത്തത് SMCയുടെ മാത്രം കംപ്ലൈൻറ്റ് കൊണ്ടല്ല, പല കംപ്ലൈൻറ്റ് കൊണ്ടും വരാം. എന്നാൽ SMC ഫെയിൽ ആയി കഴിഞ്ഞാലും അഡാപ്റ്റർ ചാർജർ ഡിറ്റക്ട് ചെയ്യില്ല, സിസ്റ്റം കംപ്ലീറ്റ്ലി ഡെഡ് ആയിരിക്കും. അപ്പോൾ ഈ 1466 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. രണ്ട് റീസൺ കൊണ്ട് വരുന്നുണ്ട്. SMCയുടെ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പ്രോബ്ലം കൊണ്ട് SMC ഫെയിലായി വരുന്നുണ്ട്. പിന്നെ വാട്ടർ ഡാമേജ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോൾ IC ഫെയിൽ ആയിട്ടുള്ള ഒരു മാക്ബുക്ക് റിപ്പയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ആ ചിപ്പ് മാറ്റിയിട്ട് റെഡിയാക്കുന്നതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോൾ IC 1466 മാത്രമല്ല എല്ലാ മോഡലുകൾക്കും ഫെയിൽ ആവുന്നുണ്ട്. എന്നാലും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് 1466 എന്ന് പറയുന്ന 13 ഇഞ്ച് മാക്ബുക്ക് എയറിനും 11 ഇഞ്ച് മാക്ബുക്ക് എയറിനുമാണ്. കൂടുതൽ 11 ഇഞ്ച് മാക്ബുക്ക് എയർ മാർക്കറ്റിൽ കുറവായതുകൊണ്ടാണ് അധികം ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സെയിലായിട്ടുള്ളത് 1466 13 ഇഞ്ചാണ്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് തോന്നുന്നു. എല്ലാ മോഡലിനും SMC ഫെയിൽ വരുന്നുണ്ട്. SMC ഫെയിൽ വരുന്ന കേസുകളെല്ലാം തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. SMC ഇവിടെ എല്ലാ മോഡലിലും ഇവിടെ അവൈലബിൾ ആണ്. SMC റീപ്ലേസ്മെൻറ്റ് സർവീസ് സാധാരണ ആവശ്യമായിട്ട് വരുന്ന മോഡലുകൾ A1278 എന്ന് പറയുന്നത് 2010, 11, 12 മോഡലുള്ള 1278, A1286 15 ഇഞ്ച് പഴയ മോഡൽ A1286. അത് കഴിഞ്ഞിട്ട് 13 ഇഞ്ച് മാക്ബുക്ക് എയർ, 11 ഇഞ്ച് മാക്ബുക്ക് എയർ, A1502, A1425, അതുപോലെ തന്നെ A1398, A1708 ഈ മോഡലുകൾക്കൊക്കെയാണ് SMC ഫെയിലിയർ ഉണ്ടാകാറുള്ളത്. മാക് മിനിക്കും iMacനും ഒക്കെ ചില കേസുകളിൽ SMC ഫെയിലിയർ വരാറുണ്ട്. അതിൻ്റെ പാർട്സ് ഇവിടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് മാറ്റിയിടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ മാക്ബുക്കിൻ്റെ മദർ ബോർഡിൽ ഇതിൽ SMC പവർ മാനേജ്മെൻറ്റ് കൺട്രോൾ IC മാറിയിട്ട് ഇനി ഇതൊന്ന് ഇതിപ്പോൾ അഡാപ്റ്റർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇത് ലാപ്ടോപ്പിലൊന്ന് കണക്ട് ചെയ്ത് ഇതിൻ്റെ ഫങ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. മാക്ബുക്കുകളുടെ സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ ഫെയിലിയർ ആയാൽ റിപ്പയറിംഗ് പോസിബിൾ ആണ്. എല്ലാ മാക്ബുക്കുകളുടെയും സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോൾ IC ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. സിസ്റ്റം മാനേജ്മെൻറ്റ് കൺട്രോളർ IC കൂടാതെ മാക്ബുക്ക് മദർ ബോർഡ് ചിപ്പ് ലെവൽ ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്.
സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്ബുക്കുകളുടെ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയർ സംബന്ധമായി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.